ഇങ്ങോട്ട് തിരിച്ചിരിക്കമ്മ. ശാനന്തിരി നിലത്തേക്ക് തിരിച്ചിരിക്കുക, അല്ലെങ്കിൽ പിന്നെ ആ പൊടിയൊക്കെ അവിടേക്ക് ഇങ്ങനെ ചാടും. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ ഇതാ മോർണിംഗിൽ വിശേഷമൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ അലക്കലൊക്കെ കഴിഞ്ഞു. അലക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്തു, കുളിക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലക്കൽ കഴിഞ്ഞപ്പോൾ അതിനോടൊപ്പം തന്നെ കുളിച്ചു. അപ്പോൾ പിന്നെ പോയിട്ട് വിളക്ക് വെച്ചു. അങ്ങനെ ഡെയിലി അങ്ങനെ രാവിലെ ഞാനങ്ങനെ വിളക്ക് വയ്ക്കുന്ന ആളൊന്നും അല്ല കേട്ടോ. ചിലപ്പോൾ കിച്ചുമോളാണ് അധികം. ഞാൻ വന്ന് വേഗൻ്റെ കാര്യങ്ങൾ നമ്മൾ രാവിലത്തെ കുറച്ച് കാര്യങ്ങളും പല്ലേക്കലും അങ്ങനെയുള്ളതൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് കയറുന്നു. കിച്ചുമോളാണ് വിളക്ക് രാവിലെ കത്തിക്കൽ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, രാവിലെ ഞാൻ കുളിച്ചതുകൊണ്ട് ഞാൻ പിന്നെ പോയിട്ട് വിളക്ക് വെച്ചു. അങ്ങനെ ഡെയിലി ഞാൻ വിളക്ക് വെക്കുന്ന ആളൊന്നുമല്ല, അങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നുമില്ല. എപ്പോഴെങ്കിലും കേട്ടോ, നേരത്തെ കുളി കഴിഞ്ഞാൽ അപ്പോൾ പോയി വിളക്ക് വയ്ക്കും. അപ്പോൾ ഇനിതാ സമയം 7:15 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുക്കളയിലേക്ക് തിരികെയാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയാണ് കേട്ടോ. ഇന്നലെ ഉണ്ടാക്കിയ ദോശ മാവ് കുറച്ചിരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കറി എന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം അല്ലേ. അല്ലേ കുട്ടി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇപ്പോൾ വാക്കടിച്ച് പറയണേ, ഞാൻ എന്തായാലും വാക്കടിച്ചല്ലേ ഇവിടെ നന്മ തിന്മ അങ്ങനെ വെച്ചിരുന്നല്ലോ. എന്നിട്ട് ഏത് മക്കൾ കൂടുതൽ ഇതില്ല നോക്കാനാണ് കാരണം. എന്നിട്ട് ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് പറയണേ, ഈ നന്മയുടെ ഭാഗമാണ് കൂടുതൽ കത്തിയത് അറിയുന്നുണ്ട്. നന്മ പിന്മ അങ്ങനെ നോക്കിയാണ്. അപ്പോൾ നന്മയുടെ ഭാഗമാണ് കൂടുതൽ കത്തുന്നത് അറിയുന്നത്. അപ്പോൾ ഇതാ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ദോശമാവൊക്കെ പുറത്തേക്ക് എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ കിച്ചുമോള് രാവിലെ എണീറ്റ് വന്നാൽ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടാവും അവൾക്ക്. രാത്രി ഇപ്പോൾ വന്നാൽ അങ്ങനെ ഒരുപാട് സമയം വർത്താനം പറയണമെന്ന് കിട്ടണില്ലല്ലോ. കാരണം അവർക്ക് സ്കൂൾ തുറന്നുകൊണ്ട് വായിക്കാനും എഴുതാനൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ നിൽക്കും. പിന്നെ അവൾ ചോറുണ്ട് വേഗം കിടക്കും. അപ്പോൾ നേരത്തെ കിടക്കണുണ്ട് കേട്ടോ. കാരണം ഒരു സ്കൂളത്തെ ആ ഒരു കളിയും ഇതൊക്കെ ആയിട്ടാവും, ഭയങ്കര ക്ഷീണമുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് അപ്പോൾ പറയുള്ളൂ. പിന്നെ രാവിലെ ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് എണീറ്റ് വന്നിട്ട് ബാക്കിയുള്ള കാര്യം പറയണത് കേട്ടോ. അപ്പോൾ എന്നോട് ഇങ്ങനെ പറയുകയാണ്, അമ്മ സ്കൂളിൽ ഓരോ കാര്യങ്ങളും കുട്ടികൾ പറയണതും അങ്ങനെ. അവളെല്ലാ അധികം കാര്യങ്ങളൊക്കെ സ്കൂളിൽ എന്തൊക്കെ നടന്നു, എന്തൊക്കെ പഠിപ്പിച്ചു, അല്ലെങ്കിൽ അന്നത്തെ അവർ ഫ്രണ്ട്സുമായിട്ടുള്ള ഓരോ കാര്യങ്ങളും എല്ലാം വന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ കേട്ട് നിന്നു. കാരണം നമ്മൾ അടുക്കളയിൽ പണി ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും നമുക്ക് അങ്ങനെ സംസാരിക്കാനുണ്ടെങ്കിൽ നല്ലതാണ് അല്ലേ. നമ്മുടെ പണികൾ അങ്ങനെ നടക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാറോ, മൊബൈൽ വെച്ചിട്ട് അവിടെ പാട്ട് അങ്ങനെ ഓൺ ചെയ്ത് വെക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യൽ കേട്ടോ. അപ്പോൾ ഇന്ന് അവൾ വന്ന് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നു. അപ്പോൾ കുറേ ദിവസമായിട്ട് അവൾ പറയുന്നുണ്ട്, അമ്മ മസാല ദോശ ഉണ്ടാക്കില്ലേ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നിൽക്ക് അതായത് ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞു, അമ്മ നാളെ നമുക്ക് മസാല ദോശ ഉണ്ടാക്കുക പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പോടിയിടുന്ന് എനിക്ക് വയ്യ, അതിനൊക്കെ കുറേ പണിയുണ്ട്, അതൊക്കെ പിന്നെ എപ്പോഴെങ്കിലും വീട്ടിൽ ഒഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഉണ്ടാക്കി തരാട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ പറഞ്ഞെങ്കിലും നമ്മളമ്മമാർക്ക് അങ്ങനെയാണല്ലേ, മക്കൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതത് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലേ. അപ്പം ഞാനോർത്ത് ഏതായാലും ദോശമാവ് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അപ്പോൾ അത് പുറത്തേക്ക് എടുത്ത് വെച്ചു. പിന്നെ അതിലേക്ക് മസാലയൊക്കെ തയ്യാറാക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ചോറിന് ഇപ്പോൾ എന്താ കറി ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ കുറച്ച് മീൻ വറുത്തൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് ചൂടാക്കണം. പിന്നെ വറക്കാനുള്ള കുറച്ച് മസാല വെച്ച് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യണം. പിന്നെ അച്ചാറും ഉണ്ട്. ചിലപ്പോൾ കറീൻ്റെ പിന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി കുറച്ച് കറി ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ പിന്നെ അത് അവൾക്ക് ഉണ്ണണ സമയമാകുമ്പോൾ അവളെടുത്ത് ചൂടാക്കുകയൊക്കെയാണ് ചെയ്യണത്. അങ്ങനെ ചെയ്യും. പിന്നെ കിച്ചുമോള് മസാല ദോശ ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് ഉച്ചയ്ക്ക് അത് മതി കൊണ്ടുപോകാനാണ്. ഇവർ സ്കൂളിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം ഞാനിതുവരെ ലഞ്ചിൻ്റെ സമയത്തൊന്നും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു സംഭവം കൊടുത്തു വിട്ടിട്ടില്ല, ഇതുവരെ കൊടുത്തു വിട്ടിട്ടില്ല കേട്ടോ. പക്ഷെ ഇന്ന് എന്താണെന്നാവോ ഇന്നിങ്ങനെ മസാല ദോശ ഉണ്ടാക്കാമെന്നപ്പോൾ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അത് മതി അമ്മ കൊണ്ടുപോകാനെന്ന് പറഞ്ഞു. കുഞ്ഞിയ വിശപ്പ് മാറും, രാവിലെ കഴിക്കണം, അത് തന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം, അത് തന്നെ എന്തെങ്കിലും. കാരണം കിഴങ്ങ് കഴിക്കുമ്പോൾ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവും അറിയില്ലല്ലോ. അപ്പോൾ ഇല്ല അമ്മ കുഴപ്പമൊന്നുമില്ല, അത് മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാനോർത്ത് ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണല്ലോ, സ്കൂളും വീടും വലിയ ദൂരമൊന്നും ഇല്ലല്ലോ. എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചീനെ വിളിച്ചോണ്ടു, ചേച്ചി വന്നോളൂ സ്കൂളിലേക്ക് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചേച്ചി എന്തായാലും വീട്ടിലിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ അവളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവളെ സംസാരമൊക്കെ അങ്ങനെ കേട്ടുകൊണ്ട് ഞാനിത് ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ സാധാരണ കിച്ചുമോൾ തന്നെയാണ് കേട്ടോ. രാവിലെ എണീറ്റ് വന്നാൽ അവൾ കുളിക്കും, കുളി കഴിഞ്ഞ് അവൾ വിളക്കെത്തിച്ചിട്ട് അങ്ങനെ ഉണ്ട് വരും കേട്ടോ.
അപ്പോൾ ഇത് നമ്മുടെ വെള്ളമൊക്കെ എന്താ പറയുക അരിയിടാനുള്ള വെള്ളമൊക്കെ തിളച്ചിരുന്നു. അപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകിയിട്ടു. ഇനി എന്താ ഒന്നുകൂടെ തിളച്ചിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കണം. അപ്പോൾ ഇതാ വായാടി ഇവിടെ ഉണ്ട് കേട്ടോ, എൻ്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ അപ്പോൾ ഇതാ ഇനി ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് ഞാൻ നമ്മുടെ മസാല ദോശയ്ക്കുള്ളതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഞാൻ എന്താ പറയുക നമ്മുടെ കുക്കറിൽ കിഴങ്ങൊക്കെ ഒന്ന് വേവിച്ചവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഓപ്പൺ ചെയ്തിട്ടില്ല. ഒരു വിസിലടുപ്പിച്ചിട്ട് മാറ്റി വെച്ചു. അപ്പോൾ പ്രഷറൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് തുറക്കണം. പിന്നെ ഇത് സവോളയും പച്ചമുളകും വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുകയാണ്. കടുകൊന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ. കടുകൊന്നും ഇവിടെ ആർക്കും അങ്ങനെ വലിയ ഇഷ്ടമല്ല. കടുകൊക്കെ ഉപ്പേരിയിലിട്ടാലും കുറച്ചിടാനേ പാടുള്ളൂ. അല്ലെങ്കിൽ പറയും ഇതിൽ വെറും കടുക് മാത്രമേ ഉള്ളൂ. കടുകൊക്കെ പെറുക്കി കളയുന്ന കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ തത്തയാണ്, കിച്ചുമോള് കുഴപ്പമില്ല. കടുകൊക്കെ കാണാൻ നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കടുകൊക്കെ ഇന്ന് പെറുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് റിസ്ക് ഉള്ള പണിയാണ്. അതൊക്കെ നമ്മൾ കഴിക്കണത് അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് നമുക്ക് അങ്ങനെ അറിയാനൊന്നും പറ്റുമൊന്നുമില്ലല്ലോ. ആ ഒരു കുഞ്ഞ് സാധനം അതൊക്കെ അങ്ങനെ കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇറങ്ങിപ്പോവും. പക്ഷേ ഇവളെന്ത് ചെയ്യും, അതൊക്കെ ഇങ്ങനെ പെറുക്കിയെടുക്കും. അതിന് കുറച്ച് സമയം വേണം അവൾക്ക്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും മക്കൾ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചോറ് ഞാൻ പറഞ്ഞ അരി ഇട്ടപ്പോൾ തിളച്ചു റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു. പിന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളം വെച്ചതാണ്, ചൂടുവെള്ളം വെച്ചതാണ് കേട്ടോ. പച്ചവെള്ളം അങ്ങനെ കുടിക്കാറില്ല. ഇനിയിപ്പോൾ ഇവർ ഫ്രിഡ്ജിക്ക് വെക്കണതാണെങ്കിൽ പോലും നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം കരിങ്ങാരി വെള്ളം തണുത്തത് കുപ്പിയിലാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിക്ക് വെക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ മസാലയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത്. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. അങ്ങനെ സവോളയും തക്കാളിയും ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തു. പിന്നെ ഞാൻ ചേർക്കുന്നത് സാമ്പാർ പൊടിയാണ്. വേറെ മസാലകളൊന്നും ചേർക്കണില്ല. സാമ്പാർ പൊടി ചേർക്കുമ്പോൾ ദോശയ്ക്ക് എപ്പോഴും സാമ്പാർ കോമ്പിനേഷൻ നല്ല ടേസ്റ്റാണത്. അപ്പോൾ ഇതിലേക്കുള്ള മസാല കൂട്ടിലേക്ക് ഞാൻ സാമ്പാർ പൊടിയാണ് ചേർക്കണത്. സത്യം പറഞ്ഞാൽ എനിക്കിതിലെ മസാല എങ്ങനെ ഉണ്ടാക്കണം ശരിക്കും അറിയുന്നില്ല കേട്ടോ. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കി നോക്കണത്. അപ്പോൾ ഞാനിങ്ങനെ ഉപ്പ് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് മസാലയൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു. അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ കുടിക്കാൻ വേണ്ടി വെള്ളം വെച്ചിരുന്നല്ലോ. അപ്പോൾ അതിലേക്ക് പൊടി ഇട്ട് കൊടുത്തിട്ടില്ല, ഞാൻ കരിങ്ങാരിപ്പൊടി ഇട്ടിട്ടില്ല. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. കിഴങ്ങ് കുക്കറിൽ വേവിച്ചത് ഞാൻ തുറന്ന് നോക്കി കേട്ടോ. അപ്പോൾ അത് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ വെള്ളം അങ്ങോട്ട് ഊറ്റിക്കളയാണ്. ഇനി ഒരു തവി എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ തവി ഉടച്ചപ്പോൾ ഇതിങ്ങനെ നീങ്ങുക, കാരണം ഒരുപാടില്ലല്ലോ, ആകെ ഒരു ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചതല്ലേ. അപ്പോൾ ഞാനത് കൈ വെച്ചിട്ട് ചൂടുണ്ട് കേട്ടോ, കൈ വെച്ചിട്ട് ഇങ്ങോട്ട് ഉടച്ചെടുത്തു. അപ്പോൾ അതാ നല്ല ആവി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ അതിലേക്ക് അങ്ങോട്ട് ചേർത്തു. ഞാൻ കൈ വെച്ചിട്ട് തന്നെയായിട്ട് ഉടച്ചത്. തവി വെച്ചിട്ട് ഉടയ്ക്കുമ്പോൾ ഇങ്ങനെ തെന്നി നീങ്ങി പോകണത്. അധികമൊന്നും ഇല്ലല്ലോ കിഴങ്ങ്. അപ്പോൾ ദോശയിലേക്ക് ഞാൻ സാധാരണ സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കും. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് കുപ്പി നെയ്യ് വാങ്ങിയതിൽ കുറച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ താഴെയാണ് ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് തണുത്തിരിക്കുകയല്ലേ. അപ്പോൾ അപ്പുറത്തെ ചൂടുവെള്ളത്തിൽ ആ ബോട്ടിലിൻ്റെ അടിഭാഗം തുടച്ചിട്ട് ആ ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് ഒന്നുകൊണ്ട് തണുപ്പൊക്കെ ഒന്ന് പോയി എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുത്തേ. ഇനി ഇതിലേക്ക് ഞാനിതാ നമ്മുടെ മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒരു ഭാഗത്ത് മാത്രം ആഡ് ചെയ്തിട്ട് മറ്റേ വശം കൊണ്ട് മറിച്ച് കൊടുത്താൽ മതിയല്ലോ.
അപ്പോൾ ഒരുപാടൊന്നും ഉണ്ടാക്കിയെടുക്കണില്ല കേട്ടോ. എനിക്ക് തോന്നി ഞാൻ ആകെ ഉണ്ടാക്കിയത് കിച്ചുമോൾക്ക് 2 കൊടുത്തയച്ചു. പിന്നെ അവൾ 2 ഒന്ന് കഴിച്ചു, ഒറ്റൊന്ന് കഴിച്ചുള്ളൂ. 2 കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്കാക്കി. തത്തയും കഴിച്ചു, ഞാനും കഴിച്ചു. അങ്ങനെ എനിക്ക് തോന്നുന്നു 5-6 അത്രേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒരുപാട് ഉണ്ടാക്കിയിട്ടില്ല. അവൾക്ക് കൊണ്ടുപോകാനും ഞങ്ങൾക്ക് ഇരുന്ന് കഴിക്കാനുള്ള മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അകത്ത് മസാലകൾ ഒരുപാടുണ്ടാവും, ഓവർ മസാല ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. ദോശ കഴിഞ്ഞാലും അതിനകത്തുള്ള മസാല ചിലപ്പോൾ മാറ്റി വെക്കേണ്ട അവസ്ഥ വരലുണ്ട്. ഞാൻ 1-2 സ്ഥലത്താണ് കഴിച്ചിട്ട് അങ്ങനെ മസാല ഒരുപാടുള്ള പോലെ തോന്നിയിട്ടുണ്ട്. ഇതൊരു നമ്മളുണ്ടാക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള മസാല അല്ലേ ചേർക്കണുള്ളൂ. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഴിക്കണം. മല്ലിയിലേൻ്റെയും അതുപോലെ സാമ്പാർ പൊടിയുടെയൊക്കെ ആ ഒരു ഫ്ലേവർ എടുത്ത് കാണിക്കേണ്ടിയത്. അപ്പം ഇനി ബാക്കിയുള്ളതും കൂടെയൊക്കെ ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ ഇതാ അങ്ങനെ രാവിലത്തെ ദോശ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കിച്ചുമോള് റെഡിയായി, അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇതാ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.